ഇന്നത്തെ നോമ്പ് ധ്യാനം നിലവിളി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ശക്തമായ വേദനയോ ഘനീഭവിച്ച ദുഃഖമോ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന മാനുഷിക ശബ്ദമാണ് നിലവിളി എന്ന് പറയുന്നത്. നിലവിളി ഉച്ചത്തിലുള്ള കരച്ചിലാണ്. ജനനത്തിൽ ശിശു നിലവിളിയോടെ ഈ ഭൂമിയിൽ ജീവിതം ആരംഭിക്കുന്നു. മരണത്തിൽ ഉള്ളിൽ നിലവിളിയോടെ ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ നിന്ന് തങ്ങളുടെ ജീവിതം അസ്തമിപ്പിക്കുന്നു. സങ്കടത്തിന്റെ പ്രത്യക്ഷ ഭാവമായി നിലവിളിയെ നമുക്ക് ധ്യാനിക്കാൻ കഴിയും. ഘനീഭവിച്ച ദുഃഖത്തിന്റെ അണപൊട്ടി ഒഴുകുന്ന ശബ്ദമാണ് നിലവിളി. മനുഷ്യ ജീവിതത്തിന് ആന്തരിക ഭാവമുണ്ട്, ബാഹ്യഭാവമുണ്ട്. അതിൽ സുപ്രധാനമാണ് മനസ്സിന്റെ ഭാരം. ഇന്നർ പെയിൻ ഓഫ് എ പേഴ്സൺ ഈസ് ഡീപ്പർ ദാൻ എനി അതർ ടൈപ്പ് ഓഫ് പെയിൻ. 34-ാം സങ്കീർത്തനം 18-ാം വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനുഷ്യന്റെ ആന്തരിക വേദന അത് എല്ലാവരിലും ഏതെങ്കിലും അളവിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അനുഭവിക്കാത്തവർ ആരുമില്ല. കരയാൻ കഴിയാത്ത വേദനയെന്നോ കരഞ്ഞാൽ തീരാത്ത വേദനയെന്നോ നമുക്ക് ഇതിനെ വിളിക്കാം. കരയാൻ തോന്നുമ്പോഴും കരയാൻ കാര്യമുണ്ടെന്ന് ഓർക്കുമ്പോഴും കരയണ്ട എന്ന് ഉള്ളിൽ പഠിപ്പിച്ചിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മനുഷ്യരുടെയൊക്കെ ഉള്ളിൽ മുള്ളുപോലെ നോവുന്ന നൊമ്പരങ്ങളായി തളം കെട്ടി എന്ന് വന്നേക്കാം. അത്തരത്തിൽ ഘനീഭവിപ്പിക്കുന്ന ദുഃഖം ഏതെങ്കിലും ഒരു അവസരത്തിൽ നിസ്സഹായത എന്ന നിർവചനത്തോടുകൂടെ അണപൊട്ടി ഒഴുകുന്ന ഒരു തലമുണ്ട്. ഇത് മനുഷ്യന്റെ അതിജീവനത്തിന്റെ ഒരു ശബ്ദമാണ്. അതിജീവനത്തിനായി പാടുപെടുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥയാണ്. കടലിനടിയിലെ കക്കായുടെ ഉള്ളിൽ മണൽത്തരി രൂപഭേദം വന്ന് അമൂല്യമായ മുത്തായി മാറുന്നത് പോലെ വേദനയ്ക്കപ്പുറം ഭാഗ്യം എന്നുണ്ട് എന്ന് വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പരമനാഥൻ പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ബ്ലെസ്സഡ് ആർ ദോസ് ഹു മോൺ, ഫോർ ദേ വിൽ ബി കംഫർട്ടഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആശ്വാസം പ്രതീക്ഷിക്കുന്നുണ്ട്, ആശ്വാസം നാം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ആശ്വാസത്തിനായി നാം പ്രാർത്ഥിക്കാറുമുണ്ട്. പരമനാഥൻ കാൽവരി ക്രൂശിന്മേൽ 3 ആണിമേൽ തൂക്കപ്പെടുമ്പോഴും ഉള്ളിൽ നിലനിന്ന ദുഃഖത്തിന്റെ സങ്കടമാണ് നിലവിളിയായി ലോകത്തിൽ പ്രതിധ്വനിച്ചത്. പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ ഹാഗാർ നിലവിളിച്ചു. നിലവിളിയുടെ ശബ്ദം മരുഭൂമിയിൽ മാത്രമല്ല, അത് ഉയരെ ഉയരെയുള്ള സർവശക്തനാം ദൈവത്തിന്റെ അരികിൽ വരെ എത്തി എന്ന് ധ്യാനിക്കുവാൻ കഴിയും. ക്രിസ്തുവിന്റെ ക്രൂശിന്മേലുള്ള നിലവിളിയും അങ്ങനെ തന്നെ. ഇന്നും ബലഹീനർക്ക് താങ്ങും തണലുമായി എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന ആ ചോദ്യവും ആ പ്രാർത്ഥനയും ഉയർത്തെഴുന്നേൽപ്പിന്റെ ഭാഗ്യപ്രതീക്ഷ ക്രൈസ്തവ ജനതയ്ക്കാകെ പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവമായി നാം ഇന്നും ഈ നോമ്പുകാലത്ത് ധ്യാനിക്കുകയാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു, അത് വിട്ടുകിട്ടേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. മുള്ളിൽ നിന്ന് ഊറി വരുന്ന തേനിന്റെ മധുരമാണ് ഈ ജീവിതം. അതിനാൽ തന്നെ നിലവിളിക്കുമ്പോൾ പുറന്തള്ളുന്ന കണ്ണീരും കരയുമ്പോൾ ഉച്ചരിക്കുന്ന ശബ്ദവും മനസ്സിന്റെ ഭാരത്തിന് തീവ്രത കുറയ്ക്കും എന്ന് നാം ഓർത്തിരിക്കുക. പരമനാഥനോടൊപ്പം നാം അടുപ്പം സൃഷ്ടിക്കുമ്പോൾ കരയുന്നവനൊപ്പവും ആന്തരിക വേദന പേറി നാളുകൾ തള്ളി നീക്കുന്നവനൊപ്പവുമായിരുന്നു പരമനാഥൻ എന്ന് നമുക്കെല്ലാവർക്കും തിരിച്ചറിയുവാൻ കഴിയും. അതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യാശ. ഓരോരുത്തരും അവരവരിലേക്കൊന്ന് നോക്കുന്നതിന് ശ്രമിക്കുന്നത് ഉചിതമാണ്. ഉള്ളിൽ വഹിച്ചുകൊണ്ട് വേദന തെങ്ങിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം മുൻപോട്ട് പോകാൻ കഴിയും എന്ന ചിന്ത ഒരു സാധാരണ മനുഷ്യന്റെ അസാധാരണമായ ദൈവിക ഭാവത്തിന്റെ ഘടനയായി നമുക്ക് ധ്യാനിക്കാം. നമുക്ക് നമ്മോടുള്ള സ്നേഹത്തിന്റെ പേരിന് നിശ്ചയമായും കരയുന്ന മനുഷ്യർക്കൊപ്പം യേശുനാഥൻ കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസം, ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മീക ഭാരം, ആന്തരിക ഭാരം, ശാരീരിക ഭാഗം ഇതെല്ലാം കണ്ണീരായി സമർപ്പിക്കാനുള്ള ഇടമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിന്റെ ഓർമ്മകളിൽ നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ മാതാപിതാക്കളുടെ ദൈവാനുഗ്രഹത്തിന്റെ മുദ്രയാണ് നമ്മുടെ മേൽ ഇന്നും അനുഗ്രഹമായി നിലനിൽക്കുന്നത് എന്നോർക്കണം. വചനം നമ്മെ ഓർപ്പിക്കുന്നത് കരയുന്ന കാക്കയ്ക്ക് ആഹാരമെത്തിക്കുന്ന കർത്താവ്, കരയുന്നവരോട് ഒപ്പം നിൽക്കുന്ന കർത്താവ്, കരയുമ്പോൾ അവർക്ക് വേണ്ടി നിൽക്കുന്ന കർത്താവ്, നിലവിളിക്ക് മുമ്പിൽ ചെവിയോർക്കുന്ന കർത്താവ്. ഈ നോമ്പുകാലത്ത്
നമ്മുടെ ഈ നിലവിളികളുടെ മുമ്പിൽ ചെവിയോർക്കും എന്ന് വിശ്വസിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു ഭക്ത എന്ന നിലയിൽ, ഒരു ഭക്തൻ എന്ന നിലയിൽ, ഒരു സഭാവിശ്വാസി എന്ന നിലയിൽ സ്വർഗീയമായ ദർശനങ്ങളാൽ ആത്മീക ഉറപ്പ് നൽകി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.